ഇതുപോലെ തന്നെയായിരുന്നു. യാതൊരു സമാധാനം ഞാൻ അനുഭവിച്ചിട്ടില്ല, യാതൊരു സന്തോഷം എന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. എന്റെ പിതാവിന് തികഞ്ഞ മദ്യപാനിയായിരുന്നു. മദ്യപിച്ച് വീട്ടിൽ വരുമ്പോൾ എന്നും വഴക്കാണ്, ഒരു സമാധാനവും ഇല്ല. പലപ്പോഴും ഒരു നേരം ആഹാരം കഴിക്കാൻ വീട്ടിൽ കാണത്തില്ല, ഒരു നേരം നല്ലൊരു വസ്ത്രം ധരിക്കാൻ വീട്ടിൽ കാണത്തില്ല. ആ സമയത്ത് പല ദൈവങ്ങളെ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കാൻ എനിക്ക് അറിയത്തില്ല, എന്നാൽ പല ദൈവങ്ങളും പോയിട്ടുണ്ട്. ദൈവമേ ഞങ്ങളുടെ വീട്ടിൽ ഒരു സമാധാനം ഞങ്ങൾക്ക് വേണം. പല ഹോസ്റ്റലിൽ ഞാൻ പോയിട്ടുണ്ട്, എനിക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ട്, എനിക്ക് ജീവിതത്തിൽ സന്തോഷം വേണം. പല പള്ളികളിൽ ഞാൻ പോയിട്ടുണ്ട്, ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഈ ഭൂമിയിൽ ഒരു ദൈവമില്ലേ? ഈ വ്യക്തികൾ ഇവിടെ ആരും എന്റെ ജീവിതത്തിൽ ഒരു സമാധാനം കാണാൻ എനിക്ക് കിട്ടാൻ സാധിക്കുന്നില്ലല്ലോ. പല ദൈവങ്ങളും മുട്ടിയിട്ടുണ്ട്, പല ദൈവങ്ങളോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ എന്റെ ജീവിതത്തിൽ യാതൊരു സമാധാനവും ഞാൻ അനുഭവിച്ചിട്ടില്ല. എന്റെ കുടുംബത്തിൽ യാതൊരു മാറ്റവും ഞാൻ അനുഭവിച്ചിട്ടില്ല. എന്റെ പിതാവ് തികഞ്ഞ മദ്യപാനി തന്നെയായിരുന്നു. എന്നാൽ ഒരിക്കൽ യേശു എന്റെ അടുക്കൽ വന്നു. യേശു എന്നോട് പറഞ്ഞു, ഞാൻ തന്നെയാണ് നിന്നെ സ്നേഹിക്കുന്നത്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് യേശു എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ എന്റെ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിച്ചു. എന്റെ ജീവിതം മാറാനായിട്ട് ഇടയായി. യേശു എന്റെ ജീവിതത്തിൽ വന്നു, എന്റെ കുടുംബത്തിൽ യേശു വന്നു, എന്റെ മാതാവിന്റെ ജീവിതത്തിൽ യേശു വന്നു. യേശു വന്നതിന് ശേഷം എന്റെ ജീവിതം മാറാനായിട്ട് ഇടയായി. യഥാർത്ഥ സന്തോഷം ഞാൻ എന്താണ് മനസ്സിലാക്കാനിടയായി. യഥാർത്ഥ സമാധാനം എന്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കാനായിട്ട് ഇടയായി. ഒരുപക്ഷെ നിങ്ങൾ ആരുമായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ മദ്യപാനി ആയിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങള് ഈ ലോകപ്രകാരം ജീവിക്കുന്ന വ്യക്തികളായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തില് മദ്യപാനം മയക്കുമരുന്നും എല്ലാം ഉപയോഗിക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ. പക്ഷേ യേശു പറയുന്നു, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നമ്മളെ ഈ ലോകത്തിൽ നമ്മുടെ പല സ്നേഹങ്ങളുണ്ട്, പക്ഷെ അതെല്ലാം മാറിപ്പോകും. യഥാർത്ഥ നിലനിൽക്കുന്ന ഒരു സ്നേഹം മാത്രമേ ഉള്ളൂ, അത് യേശുവിന്റെ സ്നേഹമാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവം, ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം നിങ്ങൾ അനുഭവിക്കുന്നതല്ലായിരിക്കാം, യഥാർത്ഥ സമാധാനം നിങ്ങൾ അനുഭവിക്കുന്നതല്ലായിരിക്കാം. എന്നാൽ യേശുവിനെ നിങ്ങൾ സ്വീകരിച്ചാൽ, യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ കൊണ്ടുവന്നാൽ, യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ അക്സെപ്റ്റ് ചെയ്താൽ, നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷവും സമാധാനവും നിങ്ങൾ ലഭിക്കാനിടയാവും. രക്ഷ സൗജന്യമാണ്. യേശു പറഞ്ഞു, ആകാശത്തിലെ കീഴിൽ ഭൂമിയുടെ മധ്യേ ഭൂമിയുടെ ഒരു മനുഷ്യന്റെ പേരും നാമമില്ല, അത് യേശുവിന്റെ നാമമല്ലാതെ. രക്ഷിക്കപ്പെടുവാൻ വേറൊരു ഇടമില്ല, അത് യേശുവിന്റെ നാമമല്ലാതെ. നമുക്ക് രക്ഷിക്കപ്പെടണമെങ്കിൽ അത് യേശു നമ്മുടെ ജീവിതത്തിൽ വരണം. നിങ്ങൾ എവിടെ ആയിരുന്നാലും നിങ്ങൾ ഒരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി, യേശുവേ എന്റെ ഹൃദയത്തിൽ വരണമേ, യേശുവേ എന്റെ ജീവിതത്തിൽ വരണമേ, യേശുവേ എന്റെ കുടുംബത്തിൽ വരണമേ എന്നൊരു വാക്ക് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, എന്നൊരു വാക്ക് നിങ്ങൾ പറഞ്ഞാൽ, നിങ്ങൾ വേറെ എങ്ങും പോകണ്ട. യേശു നമ്മുടെ ഹൃദയത്തിൽ വരും, യേശു നമ്മുടെ ജീവിതത്തിൽ വരും, യേശു നമ്മുടെ കുടുംബത്തിൽ വരും. നമ്മുടെ യഥാർത്ഥ സന്തോഷവും സമാധാനവും നേരെയുള്ള ജീവിതം നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. ഒരു വാക്ക് മാത്രം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ പ്രിയ ജനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കണം. ഈ ദേശനിവാസികളെ എല്ലാവരും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കണം. സ്വർഗ്ഗീയ കർത്താവേ, അവരുടെ ജീവിതത്തിൽ യഥാർത്ഥ സമാധാനം സന്തോഷം ലഭിക്കാനിടയാകും. അവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, പ്രാർത്ഥന കേട്ടല്ലോ യേശുവിന്റെ നാമത്തിൽ.